വിശുദ്ധവീതി എന്ന പ്രോഗ്രാമിന് ശേഷം ഏഞ്ചൽസ് ആർമീത ഒരു പുതിയ കാഴ്ചയുമായി നിങ്ങൾക്ക് മുൻപിൽ ഗ്രീൻ റൂം. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ച ചില ജീവിതങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു, അവരുടെ മാതാപിതാക്കളെയും. ഒപ്പം ദൈവവിളി അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കപ്പെടുന്നു. ഏവർക്കും ഗ്രീൻ റൂമിലേക്ക് സ്വാഗതം. കർത്താവെ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഫ്രാൻസിസ് അസീസിയുടെ വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണിത്. നമ്മൾ ഇന്ന് പോകുന്നത് മൂവാറ്റുപുഴയിലുള്ള ലൊറേറ്റോ കപ്പൂച്ചൻ ആശ്രമത്തിലേക്കാണ്. കപ്പൂച്ചൻ സന്യാസത്തിന്റെ ആദ്യ ഭാഗങ്ങളെല്ലാം വൈദിക വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണത്. നമ്മളെ കാത്തവിടെ എബിനച്ചൻ നിൽക്കുകയാണ്. എബിനച്ചൻ മാത്രമല്ല, കുറച്ച് വൈദികരും കുറച്ചധികം ബ്രദേഴ്സും പിന്നെ എബിനച്ചന്റെ ഫാമിലിയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കപ്പൂച്ചൻ സഭയെക്കുറിച്ച് കേൾക്കുവാനും അവരുടെ ജീവിത രീതി മനസ്സിലാക്കുവാനും വൈദികരോട് സംസാരിക്കാനും ഒക്കെയായി മൂവാറ്റുപുഴയിലുള്ള ലൊറേറ്റോ ആശ്രമത്തിലേക്ക് പോകാം. ഡാനി, ആഷ്ലി, ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ. അച്ഛൻ 10 വർഷമായിട്ട് ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ നോവിസ് മാസ്റ്ററായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെയും നോവിസ് മാസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചാൽ മതി, അച്ഛൻ പറഞ്ഞു തരും. അച്ഛാ, ഇതാണല്ലോ നിങ്ങളുടെ ഫോർമേഷൻ ഹൗസ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഇത് നോഷിയേറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ്കൻ സന്യാസി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ 365 ദിവസം ഇവിടെ വന്ന് താമസിക്കണം. അതാണ് നോഷിയേറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മെയിനായിട്ട് കുറേ സമയം പ്രാർത്ഥനയുണ്ട്, 4-5 മണിക്കൂറോളം പ്രാർത്ഥനയുണ്ട്, പിന്നെ കുറേ ജോലികളുണ്ട്, പിന്നെ കുറേ പഠനമുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പ്രോഗ്രാം. ഇപ്പോൾ ഇവിടെ 26 ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്, ഇപ്പോൾ നിലവിൽ ഉണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, പിന്നെ ആസാം, മേഘാലയ, ഇവിടുന്ന് ഇത്രയും പല പ്രായത്തിലുള്ളവരും എവിടെയുള്ളത്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരാണല്ലോ, അപ്പൊ അവർക്ക് ഈ പ്രാർത്ഥനയുടെ ആ സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വന്നാ പറ്റുന്നുണ്ടോ അവർക്ക്? ഇവിടെ ഞങ്ങളുടെ സഭയിൽ വരുന്ന ഭൂരിഭാഗം പേരും അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ്. അവർക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഫ്രാൻസിസ് അസീസി അടുത്ത് അനുകരിച്ച് ജീവിക്കാനൊക്കെ അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ആരും നിർബന്ധിച്ചുകൊണ്ട് നിയമം ഉള്ളതുകൊണ്ടൊന്നല്ല, ഇങ്ങനെ ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവർ സന്തോഷത്തോടെയാണെന്ന് എൻ്റെ വിശ്വാസം. സന്തോഷമുള്ളവരെ മാത്രമേ ഇവിടെ അടുത്ത സ്റ്റേജിലേക്ക് കയറ്റി വിടാറ് ഉള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഈ ഇവനോട് ചോദിച്ചാൽ മതി. ഇവിടെ ഞാൻ വന്നപ്പോൾ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി ഫോൺ ബ്രദേഴ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഫോൺ ഉപയോഗിക്കാതെ അവർക്ക് എങ്ങനെയാണ് അച്ഛാ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്? ഒരു അറിഞ്ഞുകൊണ്ട് വരുന്നത്, പൂർണ്ണ അറിവോട് കൂടി തന്നെ ഇവിടെ വരുന്നത്. അവർ അങ്ങനത്തെ ലൗകികമായ കാര്യങ്ങളോടൊന്നും തന്നെ താല്പര്യമില്ല. ഒരു വർഷം പൂർണ്ണമായിട്ട് നിശബ്ദത, ധ്യാനം, പിന്നെ സന്യാസ വ്രതവത്ത ജീവിതമൊക്കെ നയിക്കാനായിട്ട് സാധിക്കുമെന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും, നിയമാവലി അറിയണം, ഫ്രാൻസിസ്കൻ ആധ്യാത്മികത എന്താണെന്ന് അറിയണം. അങ്ങനെ ഒരു വർഷം നീണ്ടൊരു നാൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് വ്രതം എടുക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടം. അപ്പം മറ്റ് കാര്യങ്ങൾ വീടിനോടൊന്നും അധികം ബന്ധമില്ല, ലോകത്തിലൊരു കാര്യത്തോടും അധികം ബന്ധമില്ല. പ്രാർത്ഥന, പഠനം, ജോലി, ഈ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ട് ഒരു കഴിയുന്നത്. ഈ വ്രതം എന്ന് പറയുമ്പം 3 വ്രതങ്ങളാണുള്ളത്: അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. 3 വ്രതങ്ങൾ. ഞങ്ങൾ ഫ്രാൻസിസ്കൻ ലൈഫിൽ സാഹോദര്യത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവരുടെ ചിരിയും കളിയും തമാശയും ഒക്കെ. അപ്പോൾ ഈ വല്ല മടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊയ്ക്കോളും. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സാഹോദര്യത്തിന് നമ്മൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന എത്ര വിശിഷ്ട മനോഹരം എന്നൊക്കെയാണല്ലോ സങ്കീർത്തനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക മൂമെൻറ്റിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന വഴിക്ക് മുയലിനെ കണ്ടു, പശുവിനെ കണ്ടു, അങ്ങനെ. അപ്പം അതെല്ലാം ബ്രദേഴ്സും അച്ഛന്മാരും എല്ലാം കൂടെ തന്നെയാണ് നോക്കുന്നത്. ഇത് ഒരുവിധം സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഞങ്ങൾ മറ്റാരെയും ആശ്രയിക്കാണ്ട് കഴിയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഇവിടുത്തെ അന്നേ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കണമെന്നൊരു പോളിസിയുണ്ട്. പിന്നെ അധ്വാനിച്ചുണ്ടാക്കി കൂടുതലുണ്ടെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി മറ്റു പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കും.
ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത്. ഇവിടെ എല്ലാത്തരം മൃഗങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി സ്നേഹത്തിൻ്റെ മധ്യസ്ഥനാണല്ലോ. അതുകൊണ്ട് പശുവുണ്ട്, പന്നിയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, മുയലുണ്ട്, മീനുണ്ട്. ഇവിടുത്തെ എല്ലാ അങ്ങനെ ജീവിക്കുന്നത്. പിന്നെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങളിവിടുത്തെ കോഴിയുടെ മുട്ടയും ഇവിടുത്തെ അരിയുണ്ട്, നെൽകൃഷിയുണ്ട്, പച്ചക്കറികളൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട്. മെയിനായിട്ടുള്ള വരുമാനം പോലും പശുവിൻ്റെ പാല് വിറ്റിട്ടാണ് ഞങ്ങളിവിടുത്തെ കാര്യങ്ങൾ നടത്താറുള്ളത്. എല്ലാ ജോലിയും തന്നെയാണ് ചെയ്യും, ഭൂരിഭാഗം ജോലികളും തന്നെയാണ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു സന്തോഷത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണല്ലേ? അതൊരു അളവുകോലായിട്ടാണ് കരുതാം. ദൈവവിളിയുള്ളതിൻ്റെ ലക്ഷണം ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ആനന്ദമുണ്ട്. ഒന്നുമില്ലെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിലും വീട്ടുകാരൊന്നും ബന്ധമില്ല, ഈ പറഞ്ഞ പോലെ മൊബൈലും ഒന്നും ഇല്ലെങ്കിലും ഒരു ഉള്ളിലൊരു ആത്മീയ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. പൊതുവേ അങ്ങനെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉള്ളവരെ നിൽക്കുള്ളൂ, ബാക്കിയുള്ളവർ പോകും. ഇപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കുറേ പേരുണ്ടായിരുന്നു, കുറേ പേര് ഉപേക്ഷിച്ചിട്ടൊക്കെ പോയി, ഇത് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ വെച്ചാൽ മെയിനായിട്ട് തീരുമാനം എടുക്കുന്നത് ഒരു വ്രതം എടുക്കണം. ഈ കല്യാണമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വ്രതം എടുക്കണോ, സന്യാസ ജീവിതം വേണോ വേണ്ടയോ എന്നും അതിൻ്റെ ഒരു അടയാളമാണ് സഭാവസ്ത്രം കൊടുക്കും ഈ വർഷം അവസാനിക്കുമ്പോൾ. ഞങ്ങളൊരു 365 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സ്ഥലമാണ് ഈ ലൊറേറ്റോ നോവിഷ്യേറ്റ് എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം എന്താ പറയുക, 365 ദിവസം എങ്ങനെ പോയത്, മീൻസ് പ്രാർത്ഥനയാണെങ്കിലും ഒരിക്കലും ബോറ് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സമയമാണ് ഈ പ്രാർത്ഥന. അച്ഛൻ ഞങ്ങൾ ഒത്തിരി മെഡിറ്റേഷൻസ്, ധ്യാനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദന ശക്തിയായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അത് തന്നെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആശ്രമം എന്ന് പറയുന്നത്, ഈ ചുറ്റുപാട്. ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഒരു സൈലൻസ് ഉണ്ട്, നിശബ്ദതയുണ്ട്. അപ്പോൾ അതിൽ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഈ സന്യാസ ജീവിതം എന്താണെന്നൊരു പരീക്ഷണാർത്ഥമെങ്കിലും ഇവിടെ ഒരു വർഷം ജീവിച്ചു നോക്കിയിട്ട് അവർക്ക് ഇത് പറ്റിയ പണിയാണെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് അവർ തന്നെ വെറുതെ എടുക്കണം, സഭാവസ്ത്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്നെക്കാളും പ്രായവും പക്വതയും അനുഭവമുള്ള വേറെ അച്ഛന്മാരുണ്ട്. ഇവനെ കൊണ്ടുപോയിട്ട് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. ബാക്കിയുള്ള വലിയച്ഛന്മാർ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ഫ്രാൻസിസ് അച്ഛൻ. ഏകദേശം 45 വർഷമായിട്ട് സന്യാസ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കൂടാതെ ഒത്തിരി ജീവിതാനുഭവങ്ങൾ, കാരണം ഞങ്ങൾക്കൊക്കെ ഒത്തിരി മാതൃകയായിട്ട് അച്ഛൻ കുറേ വർഷക്കാലം ഒറ്റയ്ക്ക് ആദിവാസികളുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ജ്യേഷ്ഠ സഹോദരന്മാരുണ്ട്. അപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ ഒരാളാണ് അച്ഛൻ. അപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വർഷം സന്യാസം ജീവിച്ചതിൻ്റെ അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടില്ലേ, ഇപ്പോഴും ചെറുപ്പമായിട്ട് ചുറുചുറുക്കോടെ സന്തോഷത്തോടെ ഇരിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി. അച്ഛനിപ്പം ഈശോയുടെ കൂടെ, ഫ്രാൻസിസിയുടെ കൂടെ ഇത്രയും കാലമായില്ലേ, അച്ഛൻ എന്താ തോന്നുന്നേ? എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് ടൈം. ഇപ്പോഴത്തെ പ്രത്യേകമായ സ്ഥലകാല സാഹചര്യങ്ങളിൽ ഞാൻ തമ്പുരാനിൽ നിന്നും ആഗ്രഹിച്ചതും പ്രതീക്ഷിക്കുന്നതും ഞാൻ ചെയ്യുന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എനിക്ക് എൻ്റെ ദൈവങ്ങളുടെ ആരംഭം കിട്ടിയത് എൻ്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമാണ്. അപ്പച്ചൻ്റെ സഭയോടുള്ള സ്നേഹവും അമ്മച്ചിയുടെ പാവപ്പെട്ടോടുള്ള സ്നേഹവും അതിങ്ങനെ മനസ്സിൽ പൂജിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അതിന് ഏറ്റവും അനുയോജ്യമായ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ സഭ അപ്പച്ചൻ സഭ എന്ന് കണ്ടെത്തി സഭയിൽ ചേർന്നു. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു 6-7 വർഷം ഈ യന്ത്രത്തോടെ പോകുന്ന പോലെ ഞങ്ങൾ ഫോർമേഷനിലൂടെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ റീജൻസി ഇവിടെയായിരുന്നു, പൂനെയിലായിരുന്നു. ആ പൂനെയിൽ എന്നെ സ്വാധീനിച്ച കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ യുവതാന്തിമനെ എന്നെ കരുപ്പിടിപ്പിച്ചത്. ഒന്ന്, ഹോളി ക്രോസ് വൈദികനായ ഫാദർ ദരോഷ എന്ന വൈദികന് ഞങ്ങൾക്ക് ടോക്ക് തരാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹം കനേഡിയനാണ്, ഫോറിനറാണ്. പൂനായിലെ സ്ലമ്മിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം പാവങ്ങളെ ശുശ്രൂഷിച്ചത്. അദ്ദേഹം ടോക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ചരിത്രപുരുഷനായ കർത്താവിനെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ തിയോളജിക്ക് പോയതും 2 വർഷം പൂനായിലാണ്. അവിടെ ജോർജ് സുവാരസ് പ്രഭു എന്ന തിയോളജിയൻ ഞങ്ങൾ ഒത്തിരി സ്വാധീനിച്ചു. ഈ രണ്ടും കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ തീപ്പൊരി വലിയൊരു കനലായിട്ട് മാറി. പിന്നെ ഉടനെ ശേഷം ഞാനത് ജീവിക്കാൻ പരിശ്രമിച്ചു. ഞാൻ ഒരു 5 വർഷം കയ്പമംഗലം എന്ന ഇരിഞ്ഞാലക്കുട കയ്പമംഗലം എന്ന സ്ഥലത്ത് ജോസ് പുന്നൂർ, അദ്ദേഹം തൃശ്ശൂർ രൂപതയിലാണ്. ജോസ് പുന്നൂർ അച്ഛന് ഞാൻ അങ്ങോട്ട് 5 വർഷം അവിടെ ജീവിച്ചു. അച്ഛൻ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഇപ്പോഴും ഞാനതിന് ശേഷം നിലമ്പൂർ ഭാഗത്തേക്ക് പോയി ഒരു 17 വർഷം ട്രൈബൽസിൻ്റെ കൂട്ടത്തിലായിരുന്നു, ആദിവാസികളുടെ കൂട്ടത്തിലായിരുന്നു. ഈ 2 യുദ്ധ ശൈലി എന്ന് പറഞ്ഞാൽ 5ഉം 17ഉം 22 വർഷം ദ പ്രൈം ഓഫ് മൈ റിലീജിയസ് യൂത്ത് ഹുഡ്, അതായത് സന്യാസത്തിലെ ഏറ്റവും യൗവനം
ത്തിൻ്റെ ആ സമയത്തായിരുന്നു എനിക്ക് ജീവിച്ചത്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോഴും ഒരു നല്ല ഫോക്കസോടെ പോവുകയാണ്. അതിന് ഞാൻ വലിയ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജീവിതം ആസ്വദിക്കുന്നു. കാരണം ഞങ്ങളുടെ സഭയുടെ പ്രത്യേകമായ ഓപ്ഷൻസാണ് ഓപ്ഷൻ ഫോർ ദ പുവർ, ഓപ്ഷൻ ഫോർ ദ മാർജിനലൈസ്ഡ്, ടു ദ ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ്, ഏറ്റവും പാപ്പിളെ ഇറങ്ങിപ്പോകും. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാപ്പ പറയുന്നത് പോലെ ഡോണ്ട് ഗോ ടു വിസിറ്റ് സ്ലംസ് ബട്ട് ഗോ ടു ലീവ് വിത്ത് ദം. സ്ലമ്മിൽ പോയി തിരിച്ചു വരരുത്, നേരെ മറിച്ച് അവിടുത്തെ ജീവിക്കുക. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പനുഷം ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ കയ്പമംഗലത്ത് ബീച്ചിലും ഇവിടെയും. അത് ഇന്നും എൻ്റെ മനസ്സിലൊരു ചൂടേറിയ ഒരു പൊരിയായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു വിഷൻ, അത് നല്ലൊരു മോട്ടിവേഷൻ അത് കാരണമായി. ഇതാണ്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇനിയും വലിയ വലിയ ടാസ്ക് ഒക്കെ എടുത്ത് പല സ്ഥലങ്ങളിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ കണ്ണിലെ തീഷ്ണത കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ഞങ്ങളും കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം. ഇതെൻ്റെ ചാച്ചൻ, പേര് രാജു. ഇതമ്മ മോളി. ഇതെൻ്റെ അനിയത്തി മരിയ. എനിക്കൊരു അനിയനും കൂടെ ഉണ്ട്. അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. അവൻ ജോലി ചെയ്യുന്നതുകൊണ്ട് അവൻ എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ദൈവവിളിയെക്കുറിച്ചും ഞാൻ എന്തുകൊണ്ട് സന്യാസത്തിലേക്ക് വന്നില്ലെങ്കിൽ സെമിനാരി വന്ന് എങ്ങനെയാണ് എനിക്കത് പ്രചോദനമായതെന്നൊക്കെ ഇവർ കൂടുതലായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ ഇവരോട് ചോദിച്ചാൽ മതി. ഇവർ ഉത്തരങ്ങളുമായിട്ട് റെഡിയാണ്. അപ്പോൾ അവരോട് ചോദിച്ചോളൂ. ഇബിനച്ചൻ്റെ ചാച്ചനെയും അമ്മച്ചീനെയും അനിയത്തിനെയും ഒക്കെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളിങ്ങനെ കാണാൻ നോക്കിയിരിക്കുമായിരുന്നു. കാരണം അച്ഛൻ്റെ വൈദിക ജീവിതത്തിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, അതിലേറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത് നിങ്ങളാണല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. നിങ്ങളുടെ മൂത്ത മകൻ ഇങ്ങനെ പൗരോഹിത്യത്തിലേക്ക് പോകുവാണെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് അന്നേരം തോന്നിയത്? അങ്ങനത്തെ ആ അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? ഞങ്ങൾക്ക് അമ്മയെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു വൈദികൻ്റെ അമ്മയാകണമെന്നുള്ളത്. അപ്പോൾ ഇവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ ഞാൻ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി വലിയൊരു മഹാഭാഗ്യമാണ് ദൈവം എനിക്ക് തന്നത്. ഞങ്ങൾ എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. എന്നും കൊച്ചു വൈദികനാകുന്നത് സ്വപ്നം കാണുന്ന ഒരമ്മയായിരുന്നു ഞാൻ. അപ്പം ചെറുപ്പത്തിൽ തന്നെ അവൻ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയായിരുന്നു. കാരണം ഇവർ 3 പിള്ളേർ അടുത്തുണ്ടായിരുന്നു. ആ 3 പേരും കൂടെ വീട്ടിൽ വന്ന് എന്നും കുർബാന ചെല്ലുകയും പപ്പ എങ്ങനെ ഈ ചിരട്ടയിൽ ചാക്കുനൂല് കെട്ടി ധൂപക്കുറ്റി ആട്ടാനൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഈ അച്ഛന്മാർ കയ്യിലിടുന്ന സാധനം മെഷീനിലിരുന്ന് തയ്ച്ച് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പുള്ളിയായിരുന്നു എന്നും അച്ഛനാകുന്നു, മറ്റുള്ളവരെ ആരും അച്ഛനാക്കുകയല്ലായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങളാണ്. പിന്നെ അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരു നല്ല വിശുദ്ധനായ വൈദികനാകാൻ ആയിട്ട് എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഒത്തിരി സന്തോഷം. ഇന്നും പ്രാർത്ഥിക്കുന്നു. ഇനി എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു വൈദികനാകാൻ വിളി ഉണ്ടാകണമെന്ന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമാണ് എബിനൊരച്ഛനായതിൽ. അപ്പൊ അമ്മച്ചീന്ന് കേട്ടിടത്തോളം ചാച്ചൻ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് അച്ഛന്മാരുടെ തിരുവസ്ത്രങ്ങളൊക്കെ തയ്പ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ആ സപ്പോർട്ടിന്റെ ലെവൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചാച്ചന്റെ അനുഭവം എന്തായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ? ശരിക്കും സ്കൂളിൽ പിന്നെ അംഗൻവാടി ചേർത്ത് കഴിഞ്ഞ് ഇങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് പിന്നെ ഞാനൊരു ബൈബിള് മേടിച്ച് കൊടുത്തിട്ടുണ്ട്, സമ്പൂർണ്ണ ബൈബിള്. അപ്പോൾ അത് ദിവസവും ഓരോ അധ്യായം വെച്ച് വായിക്കുമായിരുന്നു. പിന്നെ അതിങ്ങനെ തുടർച്ചയായിട്ട് വായിച്ച് സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്. അത് ആ ചെറുപ്പത്തിൽ തന്നെ. പിന്നെ 5ാം ക്ലാസ് തൊട്ട് ആൾത്താര ബാലനായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം 2010 ജൂൺ 10-നാണ് ഞങ്ങൾ ഭരണങ്ങാനത്ത് കൊണ്ടുവന്ന് വിടുന്നത്. അതിനു മുമ്പ് ഇങ്ങനൊരു ദൈവവിളിയിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത അമ്മാവൻ്റെ മകന് പിന്നെ കപ്പുച്ചൻ സഭയിൽ തന്നെ ഒരു അച്ഛനായി. അന്ന് 2010 എബിൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരു കരിക്കാട്ടൂർ പള്ളിയിൽ വെച്ച് പുത്തൻ കുർബാന ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കളത്തിലെ അച്ഛന് പിന്നെ മരിച്ചുപോയ ടോമച്ചന്, അന്നായിരുന്നു വൊക്കേഷൻ പ്രൊമോട്ടർ ടോമച്ചനായിരുന്നു. ആ അച്ഛനെ കണ്ടുമുട്ടിയതാണ് ഒരു വഴിത്തിരിവായത്. ആസിസി ഇപ്പോൾ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇങ്ങനെ വള്ളി കെട്ടിയിട്ടോണ്ട് കപ്പൂച്ചൻ എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെയല്ല ഒത്തിരി എബിൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവൻ വൈദികനാകുമെന്നുള്ള കാര്യം എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാമായിരുന്നു. കാരണം അതിനുള്ള എല്ലാം അവൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ.
അപ്പൊ ശരിക്കും ഡാനി നമുക്ക് മനസ്സിലാവുന്ന ഇവര് കട്ട സപ്പോർട്ടായിരുന്നു അല്ലേ നമ്മുടെ ഭാഷയിൽ പറയുവാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക. കാരണം കപ്പുച്ചൻ സഭയിൽ ഒരു നല്ല വൈദികനായിട്ട് പിന്നെ വൈദികനാകാൻ സാധിച്ചതിൽ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും 100% അതിനോട് യോജിക്കുന്നു. നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ്. എൻ്റെ അപ്പൻ്റെ ഫാമിലിയിലോ അമ്മയുടെ ഫാമിലിയിലോ ആരും ഒരു വൈദികനോ സിസ്റ്ററോ ഇല്ല. പക്ഷേ എൻ്റെ ഇങ്ങനൊരാളായപ്പോൾ എൻ്റെ കുടുംബങ്ങളിലെല്ലാം ഭയങ്കര അഭിമാനത്തോടെ എല്ലാവരും നെബിനെ കാണുന്നു. ഞങ്ങൾക്കും അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഇന്നലെ എൻ്റെ ചേച്ചി വിളിച്ചേച്ച് പറഞ്ഞു, ഇനി അടുത്ത വർഷത്തിന് വല്ലയിടത്തൊക്കെ പോവുകയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞേ വിടാവുള്ളൂ, കാരണം അവരുടെയൊക്കെ മക്കളൊക്കെ കെട്ടിക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞേ വിടാവുള്ളതെന്ന് പ്രത്യേകം പറയണേ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമായി നെബിനെ ഓർത്തെന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ഞാനെന്നും ഇപ്പം ജപമാലയിൽ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ദൈവവിളി ഉണ്ടാകണമെന്ന്. ഞങ്ങൾ തന്നെ അതുകൂടാതെ ഈ കഴിഞ്ഞ ഒരു വർഷം പുത്തൻ കുർബാനയ്ക്ക് ഒരു വർഷം മുമ്പ് തൊട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ ഏബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ 23 പിള്ളേരുണ്ടായിരുന്നു. ആ 23 പിള്ളേരെ സമർപ്പിച്ച് അമ്മ ഒരു വർഷം നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അതനുസരിച്ച് തമ്പുരാൻ അവൻ്റെ പട്ടം എന്നുള്ളതുണ്ടല്ലോ, അതുപോലെ ക്രമീകരിച്ച് ദൈവം നടത്തി തന്നു എന്നുള്ളതാണ്. അത്ര ഭംഗിയായിട്ട് അവൻ്റെ പട്ടവും നടന്നത് പ്രാർത്ഥനയുടെയൊക്കെ ഒരു വലിയ അനുഗ്രഹങ്ങൾ മാത്രമെന്ന് പറയുള്ളൂ. പിന്നെ അവൻ്റെ വല്യമ്മച്ചിയുണ്ട്. വല്യമ്മച്ചിയും ചെറുപ്പം തൊട്ട് തന്നെ കയ്യെ പിടിച്ച് നടക്കാറായ സമയം തൊട്ട് തന്നെ പള്ളി 3 പേരെയും കൊണ്ടുപോകുമായിരുന്നു. ആ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ വെളുപ്പിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ അറിയത്ത് പോലുമില്ല, ചിലപ്പോൾ അറിയുക പോലുമില്ല, അമ്മച്ചിയാണ് ഇവരെ ഒരുക്കിക്കൊണ്ട് പള്ളിയിൽ പോകുന്നത്. ഇപ്പോഴും ഉണ്ട് അമ്മച്ചി, ഇപ്പോഴും നല്ല സപ്പോർട്ട്. ഇപ്പം താമസിച്ചാൽ ആ സമയം ഓടി വന്ന് വിളിക്കും എഴുന്നേക്കാനെന്ന് പറഞ്ഞ്. അതുപോലെ കഴിഞ്ഞ നവംബർ 22 നവംബർ 5-ാം തീയതി ആയിരുന്നു പട്ടം. പട്ടത്തിന് മുമ്പ് ഞങ്ങൾ പിന്നെ നമ്മുടെ വാണിയപ്പുരിക്കൽ പിതാവ് പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയും വിളിപ്പിച്ചായിരുന്നു. ഞങ്ങളെ ഫാമിലി ഞങ്ങളെ 2 പേരെയും എബിനെയും കൂടെ വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ചപ്പം എബിനോട് ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. പിതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് കപ്പുച്ചൻ അച്ഛന്മാരുടെ കുപ്പായം വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് അന്നേരം ഒരു അഭിപ്രായം പറയണ്ട. അത് പിതാവ് പട്ടത്തിൻ്റെ അന്ന് പിന്നെ പ്രസംഗം പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ, മൂത്ത കൊച്ചിങ്ങനെ പോയി വീടുകളിൽ കുറവുകൾ എൻ്റെ വീട്ടിൽ അതുകൊണ്ട് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വൈദികനാകാൻ പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു കുറവുകൾ ഉണ്ടാകുകയല്ലെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി. കാരണം സെമിനാരി ചേർത്ത് അന്ന് തൊട്ട് അനുഗ്രഹങ്ങളല്ലാതെ വേറൊന്നും എൻ്റെ കുടുംബത്തിന് വന്നിട്ടില്ല. ഇത് വലിയൊരു സാക്ഷ്യം കൂടിയാണ്. അതെ, എനിക്ക് എൻ്റെ അനുഭവം, ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കി പറയുന്നില്ല, എൻ്റെ അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൊച്ചിനെ 2010 ജൂൺ 10 കൊണ്ടുവിട്ട് ആ 11 തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രം എൻ്റെ വീട്ടിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളൂ. അതിന് പല സാഹചര്യങ്ങൾ കടന്നുപോയെങ്കിലും പക്ഷേ അതെല്ലാം തമ്പുരാൻ ക്രമമായിട്ട് നടത്തി തന്നു. പിന്നെ ഇവൻ പോയി ഒരു കുറച്ച് ദിവസത്തെ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത്, അമ്മയല്ലേ മക്കൾ 3 പേരും ഇരിക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു വിഷമം വന്നപ്പം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അന്ന് അത് കഴിഞ്ഞ പിന്നെ ഞാൻ എബിനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അന്ന് ദൈവം തന്ന സന്ദേശം സങ്കീർത്തനം 45, അത് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും എടുത്ത് വായിക്കാറുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് തിരഞ്ഞെടുത്തു വിളിച്ച എൻ്റെ പൊന്നുമാന, അവൻ അതിന് തന്നെ നിലനിൽക്കട്ടെ. ഇനി എൻ്റെ അവൻ്റെ മരണം വരെയും ഒരു വിശുദ്ധനായ വൈദികനായി ജീവിക്കാൻ ഇത് കണ്ടു മരിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ പറയുകയാണ്, പിന്നെ എബിനെ കൊണ്ട് സെമിനാരി ചേർത്തതിന് ശേഷം എബിൻ്റെ ഒരു കാര്യത്തിലും പിന്നെ ഒരു തടസ്സവും വന്നിട്ടില്ല. ഏത് കാര്യത്തിന് എത്ര പൈസ ചിലവാകണമെങ്കിലും എത്ര നമ്മൾ ചിലവാക്കണമെങ്കിൽ അത് എങ്ങനെ ദൈവം അറേഞ്ച് ചെയ്യുന്നു നമുക്കറിയത്തില്ല. കാരണം അതുപോലെ ക്രമീകരിച്ച ഒരു വിളിക്ക് പോകുന്ന കുടുംബങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. കാരണം അതൊരു കുറവേ അല്ല, നമുക്ക് ഒരു കുറവേ അല്ല. ഒത്തിരി മാതാപിതാക്കളുടെ കൺഫ്യൂഷനുള്ള ഒരു ഉത്തരമാണ് ചാച്ചനും അമ്മച്ചിയും പറഞ്ഞു തന്നത്. സത്യമാണ്. കാരണം എൻ്റെ 29 വർഷമായ കല്യാണം കഴിഞ്ഞ് എൻ്റെ എബിനുണ്ടായ വർഷങ്ങളെല്ലാം പിന്നെ കടന്നു വന്ന വർഷങ്ങളെല്ലാം വിഷമങ്ങളൊക്കെ. പക്ഷേ എബിൻ സെമിനാരി ചേർന്നു അന്ന് തൊട്ട് ദൈവം ഇന്ന് വരെ നന്മയല്ലാതെ വേറെ മൂത്തപുത്രൻ ഞാൻ പഠിപ്പിച്ചു വലിയ അങ്ങനെ ഒരു ചിന്ത ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വൈദികരെ പണ്ട് തൊട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ സമയം ഇവൻ ഗർഭിണിയായ സമയം ഞാൻ എന്നും ജപമാല ചൊല്ലി കൊച്ചിനൊരു വിശുദ്ധനായ വൈദികനെ എനിക്ക് ജന്മം തരാൻ ഭാഗ്യം തരണം ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഇപ്പോഴും ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വലിയൊരു സാക്ഷ്യമായിട്ട് തീരാൻ. ശരിക്കും വൈദിക വൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വരുമാനം മാർഗമായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള
ഒരവസരമാണ്. കാരണം അനേകർക്ക് സഹോദരനായിട്ടും പിന്നെ അനുജനായിട്ടും അപ്പനായിട്ടും ആ ഒരു സ്നേഹബന്ധത്തിൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സ്നേഹം കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യമാണല്ലോ വൈദിക വൃത്തി. അതിനെ ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുക. അതിനെ നമുക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് ഞങ്ങൾ ഈ പിന്നെ പുരോഹിതനാകുന്ന പിന്നെ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ട സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കലും പോകണ്ടെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങളുടെ 3 മക്കളെയും അവരേത് ജീവിതാന്തസ് തിരഞ്ഞെടുത്താലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടേതായ അല്ലെ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഭാവി നശിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല. അതിന്നും എന്നും. കാരണം ആ ഒരു സാഹചര്യത്തിൽ ഇവരോട് ചോദിച്ചാൽ അറിയാം, ആരോടും പിന്നെ ഏതൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ അതെല്ലാം അവനവൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താൽ ഞങ്ങൾ ഒരിക്കലും ഇന്ന വഴിയെ പോകാനോ. പലപ്പോഴും കണ്ടുവരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അഭിരുചിക്കനുസരിച്ച് മക്കളെ വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോഴും പറയുന്ന അതേ ഉള്ളൂ. കാരണം ഞങ്ങൾ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾ ഇവർക്ക് പിന്തുണയായിട്ട് മാത്രമേ, പ്രാർത്ഥനയായിട്ട് കൂടെ ഉണ്ടാവും, അതേത് സാഹചര്യം വന്നാലും. ശരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ അച്ഛന്റെ വൈദിക ജീവിതം നിങ്ങൾ ആസ്വദിക്കുവാണ്, നിങ്ങൾ അതിൽ ഒത്തിരി സന്തോഷിക്കുക. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനാണെങ്കിൽ അച്ഛന്റെ പട്ടത്തിന്റെ ദിവസം അന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം നിങ്ങളുടെ മൂത്ത മോന അന്ന് നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മോൻ നിങ്ങൾക്ക് വിശുദ്ധ കുർബാന തരുക, ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുക. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എന്നാന്ന് ഓർമ്മയുണ്ടോ? അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഭയങ്കര സന്തോഷം. കൊച്ചിങ്ങനെ പ്രദക്ഷിണമായിട്ട് വരുന്ന സമയവും പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിൽക്കുന്ന സമയമെല്ലാം ഭയങ്കര സന്തോഷം. പിന്നെ വിശുദ്ധ കുർബാന ചെല്ലിയപ്പോഴത്തെ ആ സമയമൊന്നും ചിന്തിക്കാൻ പോലും പറ്റാതെ ഒരു പിന്നെ വിശുദ്ധ കുർബാന അവൻ്റെ കൈമുത്തിയപ്പോഴും ഒക്കെ ജീവിതത്തിൽ അതൊന്നും ഒരിക്കലും മറക്കുകയില്ല. ഇപ്പം ഞാൻ മോൻ വിളിക്കുമ്പോൾ പറയും, ഞാൻ എന്നും 10 മിനിറ്റ് നിൻ്റെ പട്ടത്തിൻ്റെ ഇത് ഫോണിൽ കാണുന്നുണ്ട്. അത്ര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് ഒരിക്കലും മറക്കാനും പറ്റുകയില്ല. ഒത്തിരി ആ എല്ലാ കാര്യങ്ങളും തമ്പുരാൻ ഒരു കുറവുകളില്ലാതെ നിറവുകളാക്കി 100 മേനി എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ നടത്തി തന്നു. അല്ല, വളരെ മനോഹരമായിട്ട്. മരിയ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ സെമിനാരി ചേരുന്നത്. മരിയ എങ്ങനെയാ ചേട്ടൻ ഒരുപാട് മിസ് ചെയ്തോ? അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ 5 പഠിക്കുമ്പോഴാണ് 2010 ചേട്ടൻ സെമിനാരിലേക്ക് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ അറിയായിരുന്നു 10 കഴിഞ്ഞതിന് ശേഷം +1 +2 ചേട്ടൻ പോകുന്നില്ല, സെമിനാരിയിലേക്കാണ് പോകുന്നത് നമുക്കറിയായിരുന്നു. പക്ഷെ അന്ന് അതിൻ്റെ ഒരു സീരിയസ്നെസ്സോ എന്തിനു വേണ്ടിയാണ് സെമിനാരി പോകുന്ന പോലും അറിയാനുള്ളൊരു നമുക്ക് അതിന് ചിന്തിക്കാനുള്ളൊരു കഴിവൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യം കൊണ്ടുവിട്ട് കഴിഞ്ഞ് അന്ന് രാത്രി വന്നപ്പോൾ ഭരണങ്ങാനത്ത് കൊണ്ടുവിട്ടപ്പോൾ വളരെ വിഷമമുണ്ടായിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷെ കരഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. തിരിച്ചു വന്ന് വീട്ടിൽ വന്നു. വൈകുന്നേരം കുരിശടിക്കായിരുന്നപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വിഷമമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേരാണ്. 3-ൽ നിന്ന് പെട്ടെന്ന് 2-ലേക്ക് ചുരുങ്ങിയപ്പോൾ എന്തോ ഒരു വലിയ വിടവ് അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഫീൽ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ അവധിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഓണത്തിന് വരും, ക്രിസ്മസിന് വരും. അങ്ങനെ ആദ്യത്തെ കുറേ വർഷങ്ങൾ അങ്ങനെ 10 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവധി ചുരുങ്ങി. വർഷത്തിൽ 15 ദിവസത്തിലേക്ക് എത്തിയപ്പോൾ അതിന് വീണ്ടും വെയിറ്റിങ്ങിൻ്റെ തീവ്രത കൂടി. പിന്നെ ഓരോ തവണ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ചേട്ടനെ അറിയുന്നില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരയുന്നുണ്ടോ എന്ന്. വണ്ടി പോയി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വിഷമം വരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഈ നവംബർ എത്തിയപ്പോഴത്തേനും വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയിന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. 2022 നവംബർ 5-ന് ആ അൾത്താരയിൽ അച്ഛനായി ഇങ്ങനെ കണ്ടപ്പോൾ കണ്ണുകൾ ആക്ച്വലി അന്ന് ഞാൻ 5 പഠിച്ചപ്പോൾ എങ്ങനെ കരഞ്ഞോ ആ ഒരു ഫീലോടെയാണ് ആ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ 2022 നവംബർ 5-ന് വീണ്ടും കരയുന്നത്. എനിക്കറിയില്ല, ഇപ്പോഴും അത് പറയുമ്പോൾ ആ ആൾത്താരെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കാണുന്നത്. അന്ന് ആ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിയപ്പോൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞങ്ങളുടെ കുടുംബമെന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഓർമ്മ വന്നു. വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ കൈമുത്തിയപ്പോൾ ഒക്കെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുമായിരുന്നു. ഇന്നിപ്പോഴും അത് ഓർക്കുമ്പോൾ ആ ഒരു ദൈവം എത്രമാത്രം സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചത്, അല്ലെങ്കിൽ എബിനച്ചനെ എങ്ങനെ ദൈവം ആ ദൈവവിളിയിലേക്ക് ഒരുക്കിയെന്ന് പറയുകയാണെങ്കിൽ അപ്പനെയും അമ്മയുമാണ് പറയാനായിട്ട് അറിയത്തുള്ളൂ. ചെറുപ്പം തൊട്ട് ഇപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ചെറുപ്പം തൊട്ടേ ചേട്ടൻ ചെയ്ത പ്രവർത്തികൾ കാണിച്ച് ഒരു വൈദികനാവണം എന്നുള്ളത് ചെറുപ്പം തൊട്ടേ കണ്ട് വളർന്ന ആളാണ് ഞങ്ങൾ 2 പേരും. എനിക്ക് അറിയായിരുന്നു. എങ്കിലും ആ ഒരു വിശുദ്ധിയിലേക്ക് എത്തിയതും ദൈവവിളി എത്രമാത്രം പൂർണ്ണതയിലെത്തിയെന്ന് ഇപ്പം ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരുടെയും ഇപ്പോൾ ഒരു വൈദികൻ്റെ പെങ്ങളായി, വൈദികൻ്റെ അനിയത്തിയായി എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റുള്ളൊരു പ്രൊഫഷനേക്കാട്ടിലും എന്തോ മറ്റുള്ളവർ പറയുമ്പോഴാണ് ആക്ച്വലി അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നത്. ഓ ചേട്ടൻ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം മറ്റുള്ളതിനെക്കാട്ടിലും എന്തോ ഒരു വാല്യൂ ഇതിനുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ അനിയത്തിയായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. ഇനിയും അമ്മ പറഞ്ഞ പോലെ ദൈവവിളികൾ എല്ലാ കുടുംബത്തിൽ നിന്നും സന്യസ്തരായിട്ടും വൈദികരായിട്ടും
ഉണ്ടാവട്ടെ എന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്നു, അതിനെ പ്രാർത്ഥിക്കുന്നു. ചാച്ചനെയും അമ്മച്ചീനെയും എബിനച്ചൻ്റെ കുടുംബത്തെയൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ശരിക്കും ഈശോ നിങ്ങൾക്ക് തന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ നന്നായി ഒരുക്കി ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്തു. ആഷ്ലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ശരിക്കും എനിക്കും ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയൊരു സംഗതിയാണ്. കാരണം മാതാപിതാക്കൾ ഇത്രയും എഫേർട്ട് എടുക്കുക, ഇത്രയും അതിനുവേണ്ടി ഒരു ഡെഡിക്കേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഒരുപാട് പേർക്ക് ഇനി ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ എനിക്കതിൽ ഒരുപാട് വിശ്വാസമുണ്ട്. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഈശോയുടെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദൈവവിളി അനുഭവങ്ങളും വൈദിക ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. എബിനച്ചൻ്റെ മാതാപിതാക്കളൊക്കെ എത്ര സന്തോഷത്തോടെയാണ് അച്ഛൻ്റെ ദൈവവിളിയൊക്കെ കുറിച്ച് പറയുന്നത്. തീർച്ചയായും നമുക്കും ഒത്തിരിയേറെ ആനന്ദം പകരുകയാണ് സഭയിലൊക്കെ ഇത്രയും നല്ല ദൈവവിളികൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്നോർത്ത്. അതുപോലെ ഫ്രാൻസിസ് അസീസിയോടൊപ്പം ആസ്വദിച്ച് സന്യാസ ജീവിതം നയിക്കുന്ന ഒത്തിരി വൈദികരെയും നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായി. ഫ്രാൻസിസ് അസീസിയോടൊപ്പം ഇവരുടെ സന്യാസവും പൗരോഹിത്യവും ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, ഇവരുടെ കുടുംബങ്ങളും എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. ഫ്രാൻസിസ്കൻ വിശേഷങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച കോട്ടയം തെള്ളകത്തുള്ള കപ്പൂച്ചൻ സെമിനാരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നന്ദി.